ഇര കാത്തു കഴിയുന്ന സിംഹമാണ് അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ. ഇക്കഴിഞ്ഞ ദിവസം അതിനു നേരെ ഇറാന്റെ ഷാഹിദ് 139 ഡ്രോണുകൾ വട്ടമിട്ട് ചെന്നു. അടുത്ത നിമിഷം കപ്പലിലെ F-35C പോർവിമാനം ആ ഡ്രോണുകളെ വെടിവെച്ചിട്ടു. ഓപ്പറേഷൻ സക്സസ് എന്ന് പറയാം. പക്ഷെ സത്യത്തിൽ അതൊരു നഷ്ടക്കച്ചവടമായിരുന്നു. ഷാഹിദ് ഡ്രോണിന്റെ വില വെറും 40 ലക്ഷം രൂപയാണ്. അതിനെ വെടിവെച്ചിടാൻ US ഉപയോഗിച്ച മിസൈലിന്റെ വിലയോ 3 കോടിയിലേറെയും. അതായത് കൊതുകിനെ കൊല്ലാൻ പീരങ്കി ഉപയോഗിക്കുന്നത് പോലെ. ഈ വ്യത്യാസമാണ് ഇറാന്റെ ഷാഹിദ് ഡ്രോണുകളെ ഈ യുദ്ധത്തിലെ താരമാക്കിയത്. ഇറാൻ ആക്രമണത്തിന്റെ നട്ടെല്ലാണിത്. അത്യാധുനിക പോർ വിമാനങ്ങളും വമ്പൻ ബാലിസ്റ്റിക് മിസൈലുകളും ബങ്കർ ബസ്റ്റർ ബോംബുകളും വിഹരിക്കുന്ന കാട്ടിൽ ഏത് സിംഹത്തെയും വിറപ്പിക്കുന്ന ചാവേറുകൾ. റഡാറുകളെയും മിസൈൽ പ്രതിരോധ ഉപകരണങ്ങളെയും വെട്ടിക്കുന്ന വിധം വേഗത കുറിച്ച് താഴ്ന്നു പറന്ന് വീണിടം വിഷ്ണുലോകമാക്കുന്ന അപകടകാരി. ഇറാൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. ഷാഹിദിന് പിന്നിൽ ഇവരാണ്. ഉപരോധം മറികടക്കാൻ വിപണിയിൽ ലഭ്യമായ സാധാരണ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ഇതിനുപയോഗിച്ചത്. ഉള്ളിലുള്ള പല ഭാഗങ്ങളും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ വാണിജ്യ ഉൽപ്പന്നങ്ങളാണ്. വിപണിയിൽ ലഭ്യമായ ഇത്തരം ഉപകരണങ്ങളാണ് ഇറാന്റെ ആയുധപ്പുരകളിൽ മാരകായുധങ്ങളായി മാറുന്നത്. ഷാഹിദ് ഡ്രോണുകൾ 2 പ്രധാന മോഡലുകളിൽ ലഭ്യമാണ്. 900 കിലോമീറ്റർ വരെ പറക്കുന്ന ഷാഹിദ് 131, 2500 കിലോമീറ്റർ വരെ പറക്കുന്ന ഷാഹിദ് 136. ചെറിയ യുദ്ധവിമാനത്തിന്റെ രൂപമാണ് ഷാഹിദിന്. 10 അടി നീളവും 8 അടി ചിറകുകളും. 16 മുതൽ 42 ലക്ഷം രൂപ വരെ വില. ഒരു ജർമ്മൻ എഞ്ചിൻ ഡിസൈൻ പകർപ്പാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 2000 കിലോമീറ്ററിൽ കൂടുതൽ പറക്കും. ശത്രുവിന്റെ വ്യോമ പ്രതിരോധത്തെ തകർക്കാൻ കൂട്ടത്തോടെ ആക്രമണം നടത്തും. ടാർഗറ്റ് കൃത്യമാക്കി കോർഡിനേറ്റ് നൽകിയാൽ പറന്നെത്തി കഥ കഴിക്കും. മുൻഭാഗത്താണ് സ്ഫോടക വസ്തു. ലക്ഷ്യം തൊടുമ്പോൾ അവ പൊട്ടിത്തെറിക്കുന്നു. 3 രീതികളിലാണ് ഇവയുടെ ആക്രമണം. ഒന്ന്, സാറ്റലൈറ്റ് വഴി കിലോമീറ്ററുകൾ അകലെയിരുന്ന് നിയന്ത്രിച്ച് ആക്രമണം നടത്താം. 2, ഇൻബിൽറ്റ് GPS സംവിധാനം വഴി ആക്രമിക്കാം. 3, AI ഉപയോഗിച്ച് റഡാറുകളെ വെട്ടിച്ച് ആക്രമണം നടത്തും. ഇവ വിക്ഷേപിക്കുന്നത് വളരെ എളുപ്പമാണ്. ട്രക്കിൽ ഘടിപ്പിച്ച കണ്ടെയ്നർ മതിയാകും ഇവ തൊടുക്കാൻ. ഷാഹിദ് നിർമ്മാണ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തുമ്പോഴും അദൃശ്യരായി അവ പറന്നെത്തുന്നു. തകർക്കേണ്ടവയെ തകർക്കുന്നു. കുറഞ്ഞ വേഗതയാണ് ഇവയുടെ പ്രത്യേകത. താഴ്ന്നു പറക്കും. അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കൂളായി പറ്റിക്കും. റഡാർ സോഫ്റ്റ്വെയറുകൾ പതുക്കെ നീങ്ങുന്ന വസ്തുക്കളെ അവഗണിക്കാറാണ് സാധാരണ പതിവ്. വേഗത കുറഞ്ഞ വസ്തുക്കളെ കണ്ടെത്താൻ റഡാർ ക്രമീകരിച്ചാലാവട്ടെ പക്ഷികളെയോ സിവിലിയൻ വിമാനങ്ങളെയോ തെറ്റായി തിരിച്ചറിയാനും സാധ്യതയുണ്ട്. എങ്കിലും ഈ ഡ്രോണുകൾക്ക് ചില പോരായ്മകളുമുണ്ട്. വേഗത കുറവാണ്. പുല്ലുവെട്ടി യന്ത്രത്തിന്റെ ശബ്ദമാണ്. വലുപ്പം കുറഞ്ഞതിനാൽ കുറച്ച് സ്ഫോടക വസ്തുക്കളെ വഹിക്കാനാവും. അതിനാൽ നാശനഷ്ടവും കുറവ്. കൂടാതെ ഇലക്ട്രോണിക് യുദ്ധമുറകളിലൂടെ ഇവയുടെ സഞ്ചാരപഥം തടസ്സപ്പെടുത്താനും സാധിക്കും. ഷാഹിദ് വലിയ തലവേദനയായതോടെ കുറച്ചു കാലമായി അമേരിക്കയും ഡ്രോൺ നിർമ്മാണ രംഗത്തുണ്ട്. ഇറാൻ ഡ്രോണുകളുടെ കോപ്പിയടിയാണ് അമേരിക്കയുടെ ലൂക്കാസ് ഡ്രോണുകൾ. കഴിഞ്ഞയാഴ്ച ഇറാനെ ആക്രമിക്കാനാണ് അമേരിക്ക ആദ്യമായി ഈ ഡ്രോണുകൾ ഉപയോഗിച്ചത്. അരിസോണയിലെ സ്പെക്ട്ര വർക്സ് എന്ന ചെറിയ സ്റ്റാർട്ടപ്പാണ് ലൂക്കാസ് നിർമ്മാണം. സ്റ്റാർലിങ്കിന്റെ സൈനിക പതിപ്പായ സ്റ്റാർ ഷീൽഡാണ് ഇത് ഉപയോഗിക്കുന്നത്. അത്യാധുനികമായ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനായി ആൻഡുറിൻ, സ്കൈഡിയോ തുടങ്ങിയ കമ്പനികളുമായി അമേരിക്കൻ സൈന്യം കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനായി ട്രംപ് ഭരണകൂടം $1.1 ബില്യൺ വകയിരുത്തിയത്.